Hello dears! അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ ഈക്വൽ ട്രയാങ്കിൾസ് തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയത് കണ്ടിട്ട് വേണം കേട്ടോ വരാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ ഈക്വൽ ട്രയാങ്കിൾസ് തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെക്കൻഡ് ടോപ്പിക് ആണ്. ഓക്കെ, ഈ സെക്കൻഡ് ടോപ്പിക് അല്ലെങ്കിൽ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയാം ഇവനെ, അതാണ് ഐസോസെലസ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേരിൽ പറയുന്നത് പോലെ തന്നെ ട്രയാങ്കിൾസ് ത്രികോണങ്ങളുടെ കാര്യമാണ് ഈ ചാപ്റ്ററിൽ ഫുള്ള് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാർട്ട് ഉറപ്പായിട്ടും കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിൽ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ആരാണ്? ഐസോസെലസ് ട്രയാങ്കിൾ തന്നെയാണ്. ഓക്കെ, സമപാർശ്വ ത്രികോണം. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഐസോസെലസ് ട്രയാങ്കിൾ? എന്താണ് ഈ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ത്രികോണം എടുത്തു കഴിഞ്ഞാൽ, ഈ ട്രയാങ്കിളിന്റെ നമുക്ക് പേര് കൊടുക്കാം എ ബി സി. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അവർ ഐസോസെലസ് ട്രയാങ്കിൾ ആയി, സമപാർശ്വ ത്രികോണമായി. എന്താണ് പറയുന്നത്? എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ത്രികോണത്തിന്റെ ഇപ്പോൾ എ സി എന്ന് പറയുന്ന വശവും ബി സി എന്ന് പറയുന്ന വശവും തുല്യമാണെങ്കിൽ, അവർ രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ, എക്സാമ്പിൾ ഇവനൊരു 5 സെന്റിമീറ്റർ ഇവനൊരു 5 സെന്റിമീറ്റർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സി എന്ത് ട്രയാങ്കിൾ ആയി? ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണമായി. ഓക്കെ, അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ആൻഡ് ഒരു കാര്യം കൂടി ഉണ്ട്, ഐസോസെലസ് ട്രയാങ്കിളിന്റെ തുല്യമായി വരുന്ന വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകളും തുല്യമായിരിക്കും. എന്താണ്? ഈക്വൽ ആയിട്ട് വരുന്ന സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ എന്ന് പറഞ്ഞാൽ സി ബി എന്ന് പറയുന്ന വശവും എ സി എന്ന് പറയുന്ന വശവും ഇവിടെ രണ്ടുപേരും 5 സെന്റിമീറ്റർ ആണ്, ഈക്വൽ ആണ്. സോ സി ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എയും അതുപോലെ തന്നെ എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ബിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവൻ ഒരു 70 ഡിഗ്രി ആണെങ്കിൽ ഇവനും എത്ര തന്നെ ആയിരിക്കണം? 70 തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ഐസോസെലസ് ട്രയാങ്കിൾ. ഓൾറെഡി എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഇത് കാണുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്ന അല്ലെ സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയുന്ന സെക്ഷൻ, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷനിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. യെസ്, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾക്ക് 4 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്, 4 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, അതില് ഫസ്റ്റ് വൺ നമുക്ക് എടുക്കാം. ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രിയാണ്. ഓക്കെ, ബാക്കി 2 ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാലോ? റെഡി ആണല്ലോ? വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു ട്രയാങ്കിൾ മിസ് വരക്കുന്നുണ്ട്. നമ്മുടെ പേരും കൊടുക്കാം എ ബി സി. ഇവൻ ദാ 30 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ? യെസ്, ഇവിടെ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ, രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് അറിയാം അല്ലെ. അപ്പോ എ സിയും ബി സിയും ആണ് ഈക്വൽ സൈഡ്സ് അല്ലെ. എ ബി ഭയങ്കര വലുതായിട്ടല്ലേ വന്നിരിക്കുന്നത്. സോ എ സിയും ബി സിയും ഈക്വൽ ആണ്. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ഒരു ഐസോസെലസ് ട്രയാങ്കിൾ, 2 സൈഡ്സ് ഈക്വൽ, 2 സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ദാ നോക്കിക്കേ, സമപാർശ്വ ത്രികോണം, 2 സൈഡുകൾ, 2 വശങ്ങൾ തുല്യം, വശങ്ങൾക്കെതിരെ വരുന്ന കോണുകളും തുല്യം. അപ്പോ ബി സിക്ക് ഓപ്പോസിറ്റ് വരുന്ന 30 ആണെങ്കിൽ എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എഴുതാം എ സി എന്ന് പറയുന്ന ആളും ബി സി എന്ന് പറയുന്ന ആളും ഈക്വൽ ആണ്. അപ്പോൾ എ സിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ബിയും ബി സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എയും ഈക്വൽ ആണ്. ആംഗിൾ എ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. അതുകൊണ്ട് രണ്ടുപേരും എന്ത് തന്നെയാണ്? 30 തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ മാത്രമല്ല കണ്ടുപിടിക്കേണ്ടത് അല്ലെ, എല്ലാ ആംഗിൾസും നമുക്ക് വേണം. അപ്പോൾ ദാ ആംഗിൾ സി കൂടി നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ ആണല്ലോ? യെസ്, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് നമ്മൾ ചെയ്തായിരുന്നല്ലേ, ഒരു ത്രികോണത്തിന്റെ, ഒരു ട്രയാങ്കിളിന്റെ ഏത് ട്രയാങ്കിൾ എടുത്താലും അവന്റെ 3 കോണുകളുടെയും തുക, 3 ആംഗിൾസിന്റെയും സം എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിക്കേ, ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ എഴുതാൻ പോകുന്നു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. ആംഗിൾ എ നമുക്കറിയാം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി നമുക്കറിയാം എത്ര തന്നെയാണ്? 30 ഡിഗ്രി പ്ലസ് ആംഗിൾ സി അറിയില്ല, അതുപോലെ തന്നെ എഴുതി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. എത്രയാണ് 30 + 30 എന്ന് പറയുന്നത്? 60 പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ആംഗിൾ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആംഗിൾ സിനെ അവിടെ തന്നെ നിർത്തിയിട്ട് 60നെ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊടുക്കണം. അപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് 180
പ്ലസ് 60 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകും മൈനസ് 60. ദെർഫോർ ആംഗിൾ സി എന്ന് പറയുന്നത് എത്ര വന്നു 120 ഡിഗ്രി കിട്ടി. ഓക്കെ ആണല്ലോ. ഈ മെത്തേഡ് അല്ലാതെ നേരെ സ്ട്രെയിറ്റ് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അതുകൂടി മിസ് ഒന്ന് പറഞ്ഞു തന്നേക്കാം. ഇനി മുതൽ നമുക്ക് ആ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ചെയ്ത് മിസ് പറഞ്ഞു പോയത്. സിമ്പിൾ ആണ്. നോക്കിക്കേ, എയും ബിയും സിയും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്കറിയാം 180 ഡിഗ്രി കിട്ടണമെന്ന്. ഓക്കെ, അപ്പോൾ ആംഗിൾ എയും ബിയും 30 ആണെന്നറിയാം. ഓക്കെ, അപ്പൊ 3 പേരെയും തമ്മിൽ കൂട്ടുമ്പോൾ 180 ആണ്. അതിൽ 2 പേരെ തന്നിട്ട് മൂന്നാമത്തെ ആളെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ടോട്ടൽ ആംഗിൾ 180 ആ ബാക്കി 2 പേരെയും മൈനസ് ചെയ്താൽ പോരെ. ബാക്കി 2 പേരെയും മൈനസ് ചെയ്താൽ മൂന്നാമത്തെ ആളെ കിട്ടും. മനസ്സിലായ? എന്ന് പറഞ്ഞാൽ ആംഗിൾ സി കണ്ടുപിടിക്കാനായിട്ട് 180 നിന്നും ഏതൊക്കെ ആംഗിൾസ് കൂട്ടണം? ആംഗിൾ എയും ആംഗിൾ ബിയും കൂട്ടിയിട്ട് 180 അവരെ 2 പേരും ഇങ്ങനെ മൈനസ് ചെയ്താൽ മതി. അതായത് 180 മൈനസ് 30 പ്ലസ് 30 എത്ര തന്നെ വന്നു? 180 മൈനസ് 60 ഇസ് ഈക്വൽ ടു 120. കണ്ടോ, ഇത് സ്ട്രേറ്റ് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. 120 ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഓക്കെ ആണ്. യെസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കിയേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിക്കേ, ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഒരു ആംഗിൾ 40 ആണ്. ബാക്കി 2 പേരെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പേര് കൊടുത്തേക്കാം എ ബി സി. ഒന്നെടുത്ത് വരക്കാം നമ്മൾക്ക്. ഓക്കെ, അപ്പൊ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ത്രികോണം ട്രയാങ്കിൾ തന്നിട്ടുണ്ട് എ ബി സി. അപ്പൊ നിങ്ങളൊന്ന് വേഗം പറഞ്ഞേ, ഏതൊക്കെ സൈഡ്സ് ആയിരിക്കും ഈക്വൽ ആയിട്ട് വരുന്നത്? കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ. എ ബിയും എ സിയും ഇവിടെ തുല്യമാണ്. എ ബി ഈക്വൽ ടു എ സി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ എ ബിക്കും എ സിക്കും ഓപ്പോസിറ്റ് വരുന്ന വശങ്ങളും തുല്യമായിരിക്കും. വശങ്ങൾക്ക് ഓപ്പോസിറ്റ് വരുന്ന കോണുകളും തുല്യമായിരിക്കും. ഈ 2 സൈഡ്സിനും ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആളും എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും 2 ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. പക്ഷെ ആരെങ്കിലും ഒരാളെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ആ 2 പേരെ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സ്ട്രേറ്റ് നമുക്ക് ചെയ്യാം. ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ്. കാരണം നമുക്കറിയാം 2 പേരും എ ബിക്കും എ സിക്കും ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആണ്. അപ്പോൾ ഈ 3 പേരെയും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 180 ആണ്. 180 ഈ 40 മൈനസ് ചെയ്യുമ്പോൾ ബാക്കി 2 പേരെ കിട്ടും. 2 പേരും തുല്യമായതുകൊണ്ട് അവരെ 2 പേരെയും തുല്യമായിട്ട് ഭാഗിച്ചു കൊടുത്താൽ പോരെ. ഓക്കെ ആണോ? അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാം സെയിം തന്നെയാട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി. മിസ്സായി ഇവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 3 പേരെയും കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതിൽ ആംഗിൾ എ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40 ഡിഗ്രി പ്ലസ് ആംഗിൾ ബിയും ആംഗിൾ സിയും അറിയത്തില്ല ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി പ്ലസ് 40 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകും? മൈനസ് 40 ആകും. അപ്പോൾ ഇനി ബാക്കി അവിടെ ആംഗിൾ ബിയും ആംഗിൾ സിയും മാത്രമേ ബാലൻസ് ഉള്ളൂ. 180 ഇവിടെ ഉണ്ട്. പ്ലസ് 40 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 40 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 40 പോയാൽ 140 ഡിഗ്രി കിട്ടും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ആംഗിൾ ബിയും സിയും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 140 ഡിഗ്രി കിട്ടും. നമുക്കറിയാം 2 പേരും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഈ 140 അവർക്ക് 2 പേർക്ക് ഈക്വൽ ആയിട്ട് ഭാഗിച്ചു കൊടുത്താൽ പോരെ. ദെർഫോർ ആംഗിൾ ബിയും ആംഗിൾ സിയും കിട്ടണമെങ്കിൽ 2 പേരെയും കൂട്ടുമ്പോൾ 140 ആണ്. 2 പേരും ഈക്വൽ ആയതുകൊണ്ട് അവരെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. 140 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു എത്ര വന്നു? 70 ഡിഗ്രി എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് സ്ട്രെയിറ്റ് മെത്തേഡിൽ ചെയ്തു പോവാം. ഇത്രേ ഉള്ളൂ. ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ഓക്കെ, അവർ 2 പേരെയും കിട്ടാനായിട്ട് 180 ആദ്യം ഈ 40 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അവരെ തുല്യമായിട്ട് ഭാഗിച്ചു കൊടുത്താൽ മതി. ഡിവൈഡഡ് ബൈ 2 സെയിം ആൻസർ തന്നെയല്ലേ വരിക? 140/2 ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി. കണ്ടോ, ഇത് പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഏത് രീതി ചെയ്ത് കഴിഞ്ഞാൽ ശരി തന്നെയാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കത് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ, 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കിയേക്കാം. 3rd ക്വസ്റ്റ്യൻ. യെസ്, ഇവിടെ ഒരു ഒബ്റ്റ്യൂസ് ആംഗിളാണ് തന്നിരിക്കുന്നത് അല്ലെ, 100 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവനെ ഒന്ന് വരച്ചേക്കാം. പതിവ് പോലെ നമ്മൾ ഇതാ വരച്ചു. അവൻ്റെ പേരുകളും കൊടുത്തേക്കാം. യെസ്, കുറച്ച് വരച്ചത് തിരിഞ്ഞുപോയി. ഓക്കെ, യെസ്, എ ബി സി. ആംഗിൾ എ 100 ഡിഗ്രിയാണ്. സിയും ബിയും നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെയും കാണുമ്പോൾ അറിയാം എ സി ആൻഡ് എ ബി ആണ് ഈക്വൽ ആയിട്ട് വന്നിരിക്കുന്നത്, തുല്യമായിട്ടുള്ള വശങ്ങൾ. അപ്പോൾ എ സിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ബിയും എ ബിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും.
ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിക്കേ, 3 പേരെയും തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണ്? 180. 180 നിന്ന് ഈ എ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 100 ഡിഗ്രി കുറച്ച് കഴിഞ്ഞിട്ട് ദാ ബാക്കി 2 പേരും ഈക്വൽ ആണ്. അപ്പോൾ അവരെ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഒന്നുകൂടി മിസ് പറഞ്ഞു തരാം. ഈ 3 പേരെയും തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ്. 180 നിന്ന് ആംഗിൾ എ മൈനസ് ചെയ്യുമ്പോൾ ബാക്കി 2 പേരുടെ ആംഗിൾസിന്റെ സം കിട്ടും. അവരെ തുല്യമായിട്ട് ഭാഗിച്ചു കൊടുക്കാം, കാരണം അവർ 2 പേരും ഈക്വൽ ആണ്. അപ്പോൾ ഇതാ നോക്കിക്കേ, 80 ഡിവൈഡഡ് ബൈ 2 അല്ലെ. 180 നിന്ന് 100 പോയാൽ 80. 80 ബൈ 2 എത്ര വന്നു? ഓരോ ആംഗിളും 40 ഡിഗ്രി. ഡയറക്റ്റ് കണ്ടുപിടിക്കുക കേട്ടോ. മിസ് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലെ സെക്കൻഡ് മെത്തേഡാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ ചെയ്താലും ഉത്തരം കറക്റ്റ് ആയിട്ട് തന്നെ വരും. ഓക്കെ അല്ലേ? യെസ്, ഇതും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാ 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ആംഗിൾസ് അല്ലെ നമ്പറായിട്ട് എഴുതി തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ആംഗിൾ കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ. ഇങ്ങനെ എഴുതുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഒരു മട്ടത്രികോണം അല്ലെ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം. ഇതിവിടെ ചെയ്ത് നോക്കേണ്ടത് തന്നെ ആവശ്യമില്ല അല്ലേ, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ആൻസർ ആണ്. നോക്കാം, എ ബി സി. ഇവിടെ എ സിയും എ ബിയും ആണ് എന്ത്? ഈക്വൽ. അപ്പോൾ എ സി ഈക്വൽ ടു എ ബി എന്ന് മിസ് എഴുതി. അങ്ങനെയാണെങ്കിൽ എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ബിയും ബി സിക്ക് ഓപ്പോസിറ്റ് വരുന്ന എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിക്കേ, ടോട്ടൽ 3 പേരെയും കൂടി കൂട്ടുമ്പോൾ 180. 180 നിന്ന് എ മൈനസ് ചെയ്യുക, അതായത് 90 ഡിഗ്രി മൈനസ് ചെയ്യുമ്പോൾ ബാക്കി 2 പേരെ കിട്ടും. ആ 2 പേരും തുല്യമായതുകൊണ്ട് അവർ 2 പേരും തുല്യമായിട്ട് ഭാഗിച്ചു കൊടുത്താൽ പോരെ. ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 90/2 45 ഡിഗ്രി എന്ന് വരും. ഓക്കെ ആണല്ലോ? എല്ലാ ആംഗിൾസും കൂട്ടുമ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ആംഗിൾ എ എന്താണ്? 90 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180. ഈ മെത്തേഡിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ശരി തന്നെയാണ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? എങ്ങനെ ചെയ്താൽ നമുക്ക് 45 എന്ന് തന്നെ ആൻസർ എത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, ഇവനും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, one angle of an isosceles triangle is 120 degree. What are the other 2 angles? ഒരു സമപാർശ്വ ത്രികോണമുണ്ട്. ഇവന്റെ ഒരു കോൺ 120 ആണ്. ഓക്കെ, ഒരു കോൺ 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി 2 ആംഗിൾസും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2 ആംഗിൾസ് ഐസോസെലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണത്തിന്റെ ഏതെങ്കിലും 2 ആംഗിൾസും 2 സൈഡും ഈക്വൽ ആണ്. 2 ആംഗിൾസും 120 ഡിഗ്രി തന്നെ ആവും? ഇല്ല. അപ്പോൾ അത് ടോട്ടൽ ചെയ്യുമ്പോൾ 240 ആവും. നമുക്ക് ആകെ 3 പേരെയും കൂട്ടുമ്പോൾ എത്രയേ പാടുള്ളൂ? 180 ഡിഗ്രിയെ പാടുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളല്ലേ, ഈക്വൽ അല്ലാത്ത ആംഗിൾ ആണ് ഈ 120 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ജസ്റ്റ് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടില്ല, നമ്മൾ ഇതാ വരച്ചു. എ ബിയും എ സിയും ആണ് ഈക്വൽ. നേരെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുമോ അല്ലേ? നോക്കിക്കേ, ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ബി ഈക്വൽ ആംഗിൾ സി. ആ 2 പേരെയും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180 നിന്നും 120 മൈനസ് ചെയ്യണം. ഓക്കെ, 120 മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തിന് ഈ 2 പേരും ഈക്വലാണ്. ഈക്വലായിട്ട് ഭാഗിച്ചു കൊടുത്താൽ പോരെ. ആ ഉത്തരത്തിന് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. എല്ലാം നേരത്തെ ചെയ്ത മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നുണ്ട് ശരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവരെ തമ്മിൽ കുറയ്ക്കുമ്പോൾ 60/2 ദാറ്റ് ഈസ് എത്ര വന്നു? 30 ഡിഗ്രി. അപ്പോൾ ഇവനും 30 ഡിഗ്രി ആയിരിക്കും, ഇവനും 30 ഡിഗ്രി ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐസോസെലസ് ട്രയാങ്കിൾ തന്നിട്ട് ഒരു ആംഗിൾ തന്നിട്ട് നമുക്ക് ബാക്കി 2 ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറയുന്നു. ഒരു കോൺ തന്നിട്ട് ബാക്കി 2 കോണുകൾ കണ്ടുപിടിക്കാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യെസ്, വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതാ നോക്കി, സർക്കിളിനകത്ത് ട്രയാങ്കിൾ വരുന്നത്. ഓൾറെഡി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഐസോസെലസ് ട്രയാങ്കിൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ദി പിക്ചർ ഷോസ് എ ട്രയാങ്കിൾ drawn by joining the center of a circle and 2 points on the circle. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ പേര് O എന്ന് കൊടുക്കുന്നു. O എന്ന് പറയുന്നത് വൃത്തകേന്ദ്രമാണ്. ഓക്കെ, സെൻറ്റർ ആണ് സർക്കിളിൻ്റെ, വൃത്തത്തിൻ്റെ. ആൻഡ് ഇവിടെ ഞാൻ എ ബി എന്ന് പേര് കൊടുക്കുന്നുണ്ട്. എയും ബിയും സർക്കിൾ, വൃത്തത്തിലെ ബിന്ദുവാണ്, സർക്കിളിലെ പോയിന്റ്സ് ആണ്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് എ ഒ ബി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടി.
കാൽക്കുലേറ്റ് ദി അതർ 2 ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ. ഒന്നുമില്ല, ബാക്കി ഈ ട്രയാങ്കിളിലെ ഈ 2 ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? നമ്മൾ ഓൾറെഡി ചെയ്ത് സെറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് അല്ലേ? ഇതാ നോക്കിക്കേ മിസ്, ആ ഒരു ഫിഗർ ഒന്നുകൂടി ഒന്ന് എടുത്ത് വരക്കുന്നുണ്ട്. എ ബി ഒ, ഇവൻ എത്ര ഡിഗ്രിയാണ് തന്നിരുന്നത്? ഓക്കെ, 60 ഡിഗ്രിയാണ്. എന്താ നോക്കിക്കേ, ഈ ട്രയാങ്കിളിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാ നോക്കിക്കേ. ഈ ഒരു എ ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒ എ ബി മീൻസ് എഴുതാൻ പോകുന്നു ഒ എ ഈക്വൽ ടു ഒ ബി. കാരണം എന്തായിരിക്കും? ഒ എ എന്ന് പറയുന്ന ഈ ഒരു വശവും അതുപോലെ തന്നെ ഒ ബി എന്ന് പറയുന്ന ഈ ഒരു വശവും, 2 സൈഡ്സും സർക്കിളിന്റെ എന്താണ്? വൃത്തത്തിന്റെ ആരമല്ലേ, റേഡിയസ് അല്ലേ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ 2 സൈഡും എന്താണെന്ന് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. ഇവിടെ റേഡിയസ് ഒരു 3 സെന്റിമീറ്റർ ആണെങ്കിൽ അപ്പുറത്തെ സൈഡും അത് 3 തന്നെ ആയിരിക്കണം അല്ലേ? അപ്പൊ റേഡിയസ് ആരമാണ്. അപ്പൊ 2 പേരും എന്താണ്? ആരമാണ് എന്തിന്റെ? വൃത്തത്തിന്റെ. അപ്പൊ 2 പേരും എന്താണ്? ഈക്വൽ ആയിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ 2 സൈഡ് ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പേര് പറയുമല്ലോ, ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആയി? നോക്കിക്കേ, 2 sides are equal. 2 വശങ്ങൾ തുല്യമാണ്. therefore triangle AOB എന്ന് പറയുന്നത് എന്ത് ട്രയാങ്കിൾ ആയി? ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണമായി. അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഒരേപോലെ വരുന്ന വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകളും തുല്യമാണ്. ഒരേപോലെ വരുന്ന സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ ഒ എയും ഒ ബിയും ഈക്വൽ ആണെങ്കിൽ അവർക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. ഇനി അവരെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നോക്കിക്കേ, ഇവൻ 60 ഡിഗ്രി, 3 പേരെയും തമ്മിൽ കൂട്ടുമ്പോൾ 180 ആണെന്നറിയാം. 180 നിന്ന് 60 മൈനസ് ചെയ്തിട്ട് അതിനെ 2 ഭാഗിച്ചു കൊടുത്താൽ പോരെ? കാരണം എയും ബിയും എന്താണ്? ഈക്വൽ ആണ്. അവർക്ക് 2 തുല്യമായിട്ട് ഭാഗിച്ചു കൊടുക്കാം. അപ്പൊ നോക്കിക്കേ, ആംഗിൾ എയും ആംഗിൾ ബിയും കണ്ടുപിടിക്കാനായിട്ട് ആദ്യം 180 നിന്നും ഈ 60 മൈനസ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 2 പേരെ നമുക്ക് എന്നിട്ട് ഭാഗിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ 180 നിന്ന് 60 പോയാൽ 120 ബൈ 2 എത്ര തന്നെ വന്നു? 60 ഡിഗ്രി. ഇവനും 60 ഇവനും 60. ഇവിടെ നോക്കിക്കേ, ഈ ട്രയാങ്കിൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എല്ലാ ആംഗിൾസും 60 ഡിഗ്രി അല്ലെ? എല്ലാ കോണുകളും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെ വരുന്ന ട്രയാങ്കിൾ, അങ്ങനെ വരുന്ന ത്രികോണത്തിന് നമ്മളൊരു പേര് പറയും. എന്താണ്? അതാ നോക്കിക്കേ, എല്ലാ ആംഗിൾസും 60 ഡിഗ്രി, അതുപോലെ തന്നെ 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എല്ലാ സൈഡ്സും അല്ലെ, അവർക്ക് ഓപ്പോസിറ്റ് വരുന്ന വശങ്ങളും എല്ലാം ഈക്വൽ ആയിരിക്കും. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, എന്താണ്? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. ഓക്കെ ആണോ? സെറ്റ് ആണോ? പഠിച്ചിട്ടുണ്ടാവും. ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത, ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് ഈച്ച് ആംഗിൾ 60 ഡിഗ്രി. എല്ലാ വശങ്ങളും തുല്യം, എല്ലാ കോണുകളും തുല്യം ആൻഡ് ഓരോ കോണും 60 ഡിഗ്രി തന്നെയായിരിക്കും. വശങ്ങൾ മാറിക്കൊണ്ടിരിക്കാം. ഇവിടെ 5 വരും 5 വരും 5 വരും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ. സൈഡുകളെല്ലാം ഈക്വൽ ആയിരിക്കും, പക്ഷെ എന്താണ്? അളവുകൾ മാറാം. ആംഗിൾസ് എപ്പോഴും ഓരോ കോണും 60 ഡിഗ്രി തന്നെയായിരിക്കും. അവിടെ യാതൊരു മാറ്റങ്ങളും ഉണ്ടാവത്തില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും മനസ്സിലായി എന്ന് കരുതുന്നു. സെറ്റ് ആണല്ലോ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മിക്കവാറും എക്സാം നമുക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യെസ്, വീണ്ടും സർക്കിളിനകത്ത് ഒരു ട്രയാങ്കിൾ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സർക്കിളിനകത്ത് ട്രയാങ്കിൾ വരുന്ന ഈക്വൽ ട്രയാങ്കിൾസിന്റെ ലാസ്റ്റ് ടോപ്പിക്കിൽ നിന്നും ഓണം എക്സാമിന് എന്തായാലും എന്തുണ്ടാകും? നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ദി പിക്ചർ ഷോസ് ദി ട്രയാങ്കിൾ ഡ്രോൺ ബൈ ജോയിനിങ് 3 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു ത്രികോണമുണ്ട്. ഞാൻ എന്താ പേര് കൊടുക്കുന്നു? എ ബി ആൻഡ് സി. എനിക്ക് പേര് മാറ്റി കൊടുക്കണമെന്നുണ്ട്, പക്ഷേ നമ്മൾ പരമ്പരാഗതമായി അല്ലെ കൈമാറി വരുന്നൊരു പേരാണല്ലോ എ ബി സി. ഒരു ലൈൻ വരച്ചാൽ പോലും എ ബി എന്ന് പേര് കൊടുക്കും. ഓക്കെ, അതുകൊണ്ട് അവനെ മാറ്റുന്നില്ല, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും സി എന്ന് പറയുന്ന പോയിന്റും സർക്കിളിലെ പോയിന്റ്സ് ആണ്. ഓക്കെ, വൃത്തത്തിലെ ബിന്ദുക്കളാണെന്ന് പറയുന്നുണ്ട്. 2 angles formed by joining these points to the center of the circle are also given. ഓക്കെ, ഒന്നുമില്ല, ഇവരെ തമ്മിൽ ഇതാ ജോയിൻ ചെയ്ത് സെന്ററിലോട്ട് ജോയിൻ ചെയ്ത് വരക്കുന്ന വര.
ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും നമുക്ക് തന്നിട്ടുണ്ട് 100 ഡിഗ്രിയും 120 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദി തേർഡ് ആംഗിൾ അറ്റ് ദി സെന്റർ എന്ന് പറഞ്ഞാൽ ഇതാ നോക്കിക്കേ, ഈ ആംഗിൾ 100 ആണ്, ഈ ആംഗിൾ 120 ആണ്. ഈ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വെരി വെരി സിമ്പിൾ. കണ്ടുപിടിച്ചാലോ? ഓക്കെ, അപ്പോൾ ഞാൻ സർക്കിൾ ഫുള്ളായിട്ട് വരക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വരക്കാം. ഇതാ നോക്കിക്കേ, ഇത് 100 ഡിഗ്രി, ഇത് 120 ഡിഗ്രി. ഓക്കെ, ഈ ആംഗിൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിന് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഒരു പോയിന്റിന് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ. ഓക്കെ, നമുക്കറിയാം ലീനിയർ പെയർ അറിയാം അല്ലെ? ഒരു വരയ്ക്ക് ഇതാ ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് അറിയാം. ലീനിയർ പെയർ, രേഖീയ ജോഡി പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി. ഇപ്പോൾ തന്നെ പഠിച്ചോളൂ, 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതാ നോക്കിക്കേ, ഇതൊരു സെറ്റ് സ്ക്വയർ ആണ്. ഓക്കെ, ഇത് 180 ഡിഗ്രി ഉണ്ട് അല്ലേ? നമുക്കറിയാം സെറ്റ് സ്ക്വയർ അല്ല, പ്രൊട്രാക്ടർ. ഓക്കെ, അപ്പോൾ പ്രൊട്രാക്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നിന്ന് 0 നിന്ന് 180 ഡിഗ്രി വരെ ഉണ്ട്. താഴേക്ക് ഞാൻ വേറൊരു പ്രൊട്രാക്ടറും വെച്ചു അല്ലേ? ഇവിടെയും എത്രയുണ്ട്? 180 ഡിഗ്രി ഉണ്ടെന്ന് കരുതുക. അപ്പോൾ 180 + 180, അപ്പോൾ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്ര വന്നു? 360 ഡിഗ്രി വന്നു. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രം പഠിച്ചു വെക്കാം. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ 360 ഡിഗ്രിയിൽ നിന്നും ഈ 100 ഡിഗ്രിയും ഈ 120 ഡിഗ്രിയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ആംഗിൾ കിട്ടുമല്ലോ. ഇത് ക്ലിയർ ആയ? ഓക്കെ ആണ്? ഇതാ നോക്കിക്കേ, ഒന്നുകൂടി പറഞ്ഞു തരാം. ഇത് 100 ഡിഗ്രി, ഇത് 120 ഡിഗ്രി. ഈ 3 പേരെയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 360 ഡിഗ്രി കിട്ടുന്നു. അതിലെ 2 പേരെ മൈനസ് ചെയ്താൽ ഈ മൂന്നാമത്തെ ആളെ നമ്മൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ പേര് കൊടുത്തില്ല അല്ലേ? ഓക്കെ, എ ഇവിടെ കൊടുക്കാം, BCO. അപ്പോൾ BCO എന്ന് പറയുന്ന ആംഗിൾ, ഈ ഒരു ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആംഗിൾ BCO എന്ന് പറയുന്നത് 360 നിന്ന് 100ഉം 120ഉം മൈനസ് ചെയ്യണം. 360 മൈനസ് 100ഉം കൂട്ടുക 120, അവർ 2 പേരും തമ്മിൽ കൂട്ടിയിട്ട് വേണം ഇവനിൽ നിന്ന് മൈനസ് ചെയ്യാൻ. ദാറ്റ് ഈസ് 360 മൈനസ് എത്രയാണ്? 220. ഓക്കെ, യെസ്, 120 തന്നെയല്ലേ? ഓക്കെ, 120. 120 ആണല്ലേ? ഓക്കെ, യെസ്. ഇവിടെ എത്രയായിരുന്നു? 100 ഡിഗ്രി ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ആ മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 360 നിന്നും 220 മൈനസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 140 ഡിഗ്രി എന്ന് വരും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക. ഇവിടെ പഠിച്ചത് എന്താണ്? നമ്മൾ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി. വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, നമുക്ക് വലിയ ക്ലാസ്സിലോട്ടൊക്കെ വരുമ്പോൾ ഇവനെ നമ്മൾക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി കാൽക്കുലേറ്റ് ഓൾ ദി ആംഗിൾസ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിലെ അവൻ്റെ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും, ആ 3 ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ എല്ലാം കൂടി ഒരുമിച്ച് വന്നിരിക്കുന്നു, ഒറ്റ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, നമ്മുടെ അതേ ട്രയാങ്കിൾ തന്നെയാണ് A. ഓക്കെ, നമുക്ക് ആദ്യം സർക്കിൾ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ട്രയാങ്കിൾ വരയ്ക്കാം, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ വരയ്ക്കുന്നുണ്ട്. ABC. ഓക്കെ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 100 ഡിഗ്രി ആൻഡ് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആൻഡ് ഇവൻ 140 ഡിഗ്രി. ഓക്കെ ആണല്ലോ? ഇവിടെ O എന്ന് പറയുന്ന പേരും കൊടുത്തു. എന്താ നോക്കാം, എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം അല്ലേ? എല്ലാവരെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ആദ്യം ഞാൻ OBC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണ്. ഓക്കെ, OBC ട്രയാങ്കിൾ OBC. മിസ് അതൊന്നും എടുത്ത് വരക്കുന്നുണ്ട്. ഞാൻ സ്റ്റെപ്സ് എഴുതി പോകുന്നില്ല, ജസ്റ്റ് ആംഗിൾസ് ഒന്ന് എഴുതി പോവാട്ടോ. ഓക്കെ, അപ്പോൾ O എന്ന് പറയുന്ന ആംഗിൾ 140 ഡിഗ്രി ആണെങ്കിൽ നോക്കിക്കേ, OBയും OCയും ഈക്വൽ ആണ്. കാരണം അവർ 2 പേരും സർക്കിളിൻ്റെ എന്താണ്? റേഡിയസ് ആണ്. ഇവനും ഈക്വൽ ആണെങ്കിൽ അവർ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആയോ? ഓക്കെ ആണോ? 2 സൈഡ് ഈക്വൽ ആയാൽ ട്രയാങ്കിൾ OBC അല്ലെങ്കിൽ BOC എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണമായി, ഐസോസിലസ് ട്രയാങ്കിൾ ആയി. ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഒരേപോലെ വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ ഇവനും അതായത് ആംഗിൾ ബിയും ആംഗിൾ സിയും എന്തായിരിക്കും?
ഈക്വൽ ആയിരിക്കണം. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി. രണ്ടുപേരെയും ഇതുപോലെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരത്തെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. 180 നിന്നും എന്ത് മൈനസ് ചെയ്യണം? ആദ്യം 140 മൈനസ് ചെയ്യണം അല്ലെ. 140 മൈനസ് ചെയ്യണം, എന്നിട്ട് രണ്ടു പേർക്കുമായി ഭാഗിച്ചു കൊടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ എത്ര വരും? 180 നിന്ന് 140 പോയി കഴിഞ്ഞാൽ 40 ഡിഗ്രി ബൈ 2 ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രി വന്നു? 20 ഡിഗ്രി വന്നു. എന്ന് പറഞ്ഞാൽ ഇവനും 20 ഡിഗ്രിയാണ്, ഇവനും 20 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റി. ഇനി അടുത്ത ട്രയാങ്കിൾ നമുക്ക് എടുക്കാം. അടുത്ത ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ എ ഒ ബി. ഇതാ നോക്കിക്കേ, ട്രയാങ്കിൾ എ ഒ ബി കണ്ടോ? ഈ ഒരു സൈഡിൽ ഒരു ട്രയാങ്കിൾ കണ്ടോ? ട്രയാങ്കിൾ എ ഒ ബി. അപ്പോൾ മിസ് ഒന്ന് ജസ്റ്റ് മായ്ക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, ട്രയാങ്കിൾ എ ഒ ബി. അപ്പോൾ നമുക്ക് ഇവന്റെ കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവന്റെയും എല്ലാ ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാ നോക്കിക്കേ, ട്രയാങ്കിൾ എ ഒ ബി ഇങ്ങനെ ചരിഞ്ഞാണ് വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ വരച്ചേക്കാം, മാറ്റം ഒന്നും വരുത്തുന്നില്ല. 100 ഡിഗ്രി ഒ എ ബി. ഇവിടെ നോക്കിക്കേ, ബി ഒ എന്ന് പറയുന്ന സൈഡും അതുപോലെ തന്നെ എ ഒ എന്ന് പറയുന്ന സൈഡും രണ്ടുപേരും സർക്കിളിന്റെ എന്താണ്? റേഡിയസ്, ആരമല്ലേ. അപ്പൊ നമുക്ക് എഴുതാം ഒ ബി ഈക്വൽ ടു ഒ എ. രണ്ടുപേരും എന്താണ്? വൃത്തത്തിന്റെ ആരങ്ങളാണ്, റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ഒ ബി എന്തായി? ഐസോസിലസ് ട്രയാങ്കിൾ ആയി. കാരണം രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് വന്നു, രണ്ട് വശങ്ങൾ തുല്യമാണ്. ആ ട്രയാങ്കിളിനെ പറയുന്ന പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ആ ഈക്വൽ ആയിട്ട് വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. അതായത് ഒ എക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ബിയും ഒ ബിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ എയും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇത് എഴുതിയെടുക്കാം. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി. രണ്ടുപേരെയും കണ്ടുപിടിക്കേണ്ടത് എന്ത് ചെയ്താൽ മതി? ആദ്യം ആ 180 ഡിഗ്രിയിൽ നിന്നും ഈ 100 ഡിഗ്രി കുറയ്ക്കണം. അപ്പൊ കിട്ടുന്ന ആളെ രണ്ടായിട്ട് ഭാഗിച്ചു കൊടുക്കണം. അതായത് 180 ഡിഗ്രിയിൽ നിന്നും 100 ഡിഗ്രി മൈനസ് ചെയ്തിട്ട് രണ്ടു പേർക്കായിട്ട് അത് ഭാഗിച്ചു കൊടുക്കണം. ദാറ്റ് ഈസ് 80/2 എത്ര വന്നു? 40 ഡിഗ്രി എന്ന് വന്നു. അപ്പോൾ ഈ ഒരു ആംഗിളും കിട്ടി 40 ഡിഗ്രി, ആൻഡ് ഇവനും 40 ഡിഗ്രി എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്താൻ പറ്റി. ഓക്കെ, ഇതുപോലെ തന്നെ ഒരാൾ കൂടി കിടക്കുന്നുണ്ടല്ലോ, അപ്പുറത്തൊരാൾ അല്ലേ, ട്രയാങ്കിൾ എ ഒ സി. അപ്പോൾ അവനെ കൂടി നമുക്കൊന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ലാസ്റ്റ് ട്രയാങ്കിൾ എ ഒ സി എടുക്കാൻ പോകുന്നു. യെസ്, ട്രയാങ്കിൾ എ ഒ സിയുടെ കാര്യം നമുക്കൊന്ന് നോക്കിയേക്കാം. യെസ്, ഇതൊന്ന് മാർക്ക് ചെയ്ത് തരാം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും നിങ്ങൾക്ക് നോക്കാനായിട്ട്. കണ്ടോ, എ ഒ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കണ്ടോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുവാണേ, ട്രയാങ്കിൾ എ ഒ സി ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഒ സി എ. ഇവിടെ 120 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരുന്നു. ഇവിടെയും ഒ എ എന്ന് പറയുന്ന സൈഡും ഒ സി എന്ന് പറയുന്ന സൈഡും എന്താണ്? റേഡിയസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ട്രാക്കിലോട്ട് വന്ന് കാണും അല്ലേ. സർക്കിളും ട്രയാങ്കിളും വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു റേഡിയസിന്റെ ഒരു റോള് അവിടെ ഉണ്ടാകും. എല്ലാ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഒ എ ഈക്വൽ ടു ഒ സി. കാരണം അവർ റേഡിയസ് ആണ്, ആരമാണ്. അപ്പോൾ നോക്കിക്കേ, ട്രയാങ്കിൾ എ ഒ സി എന്ന് പറയുന്ന ത്രികോണത്തിന്റെ രണ്ട് സൈഡ് ഇപ്പോൾ ഈക്വൽ ആയോ? അപ്പോൾ അതെന്ത് ട്രയാങ്കിൾ ആയി? ട്രയാങ്കിൾ എ ഒ സി എന്ന് പറയുന്നത് സമപാർശ്വ ത്രികോണം, ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആയി വന്നില്ലേ? ഓക്കെ അല്ലേ? ഇനി ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരേപോലെ വരുന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും ഈക്വൽ ആണ്. അതായത് ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ്? ഈക്വൽ ആയിട്ട് വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഈക്വൽ ആയ രണ്ടുപേരെ കണ്ടുപിടിക്കേണ്ടത് എന്ത് ചെയ്താൽ മതി? ആദ്യം ചെയ്യേണ്ടത് നോക്കിക്കേ, 3 പേരെയും തമ്മിൽ കൂട്ടുമ്പോൾ 180 കിട്ടും. 180 നിന്ന് 120 മൈനസ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആളെ രണ്ടായിട്ട് ഭാഗിച്ച് ഇവനും കൊടുക്കണം. അതായത് 180 ഡിഗ്രിയിൽ നിന്ന് ആ 120 ഡിഗ്രി കുറയ്ക്കുമ്പോൾ നമുക്കൊരു ഉത്തരം വരും. അതിനെ രണ്ടായിട്ട് ഭാഗിക്കണം. അപ്പൊ എത്ര വന്നു? 60/2, അതായത് 30 ഡിഗ്രി എന്ന് വന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഇവനും 30 ഡിഗ്രി ആൻഡ് ഇവനും 30 ഡിഗ്രി. അപ്പോൾ ഈ രീതിയിലാണ് ഈ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത് മിസ് ആദ്യം 2 മെത്തേഡിൽ കാണിച്ചിരുന്നു അല്ലെ. ആ ഒരു മെത്തേഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ല ഇതാകുമ്പോൾ നേരെ സ്ട്രെയിറ്റ് നമുക്ക് ആൻസറിലോട്ട് കിട്ടും. സ്റ്റെപ്സ് കുറച്ച് കുറവായിരിക്കും, എക്സാമിന് ടൈം ലാഭിക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും ഉത്തരം കിട്ടി. പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇതുപോലെ സെപ്പറേറ്റ് ആംഗിൾസ് ആണോ? അല്ല, ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ആംഗിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആംഗിൾ എ എന്ന് പറയുന്നത് ഈ ടോട്ടൽ ആംഗിൾ അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ 40ഉം 30ഉം തമ്മിൽ കൂട്ടണം അല്ലെ. 40ഉം 30ഉം തമ്മിൽ കൂട്ടിയാലാണ് ആംഗിൾ എ നമുക്ക് ടോട്ടൽ കിട്ടത്തുള്ളൂ. എടുത്തെഴുതണം. അവസാനം ഇത് മാർക്ക് കളയാനായിട്ട് ചാൻസ് കൂടുതലാണ്, മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആംഗിൾ
സോറി ആംഗിൾ എ എന്ന് പറയുന്നത് 40 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എത്രയാണ് 70 ഡിഗ്രി വന്നു. ഓക്കെ ആണല്ലോ. ഇനി ആംഗിൾ ബി കണ്ടുപിടിക്കണം. ആംഗിൾ ബി എന്ന് പറയുന്നത് 40 പ്ലസ് 20 ഡിഗ്രി ദാറ്റ് ഈസ് 60 ഡിഗ്രി എന്ന് വന്നു. ഇനി ആംഗിൾ സി കണ്ടുപിടിക്കാനായിട്ട് ആംഗിൾ സി നിങ്ങൾ വേഗം തന്നെ ഒന്ന് കമൻ്റ് ആയിട്ട് അയച്ചേ. ഒന്നില്ലെങ്കിൽ ഇതാ ഇവരെ തമ്മിൽ കൂട്ടുക അല്ലേ, ഇതാണ് ഏറ്റവും ഈസി മെത്തേഡ്. അല്ലെങ്കിൽ 180 ഇവർ രണ്ടുപേരെയും മൈനസ് ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഏറ്റവും ഈസി ഇതായി രണ്ടുപേരും അവിടെ ഉണ്ടല്ലേ, നേരെ പ്ലസ് ചെയ്യുക. അപ്പോൾ 20 പ്ലസ് 30 ആംഗിൾ സി എന്താണെന്ന് വേഗം തന്നെ കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. വരക്കുന്നതല്ല, ഒരു സർക്കിളിനകത്ത് ട്രയാങ്കിൾ വരുന്ന ക്വസ്റ്റ്യൻ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ റേഡിയസിൻ്റെ ഒരു റോൾ ഉണ്ടാകും, അതൊന്നും ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, യെസ്, കാൽക്കുലേറ്റ് ദി ഏരിയാസ് ഓഫ് ഈച്ച് ട്രയാങ്കിൾ. ഓക്കെ, ഇവിടെ 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഇവൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, അതായത് പരപ്പളവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മിസ് ചെയ്യും, ഈ ഒരു ക്വസ്റ്റ്യൻ ആര് ചെയ്യും? നിങ്ങൾ ചെയ്യണം. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ട് വേഗം തന്നെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എത്രയാണെന്ന്, എത്ര ഇവിടെ സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്, എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് വേഗം തന്നെ ചെയ്ത് അറിയിക്കണം. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ഒരുമിച്ച് ചെയ്താലോ? റെഡി ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 3 സൈഡ് തന്നിട്ടുണ്ട്. അവിടെ 2 സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ ഒന്ന് വരച്ചേക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ ഒരു ട്രയാങ്കിൾ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ട്രയാങ്കിൾ വീണ്ടും നമുക്ക് നമ്മുടെ ABC എന്ന് തന്നെ പേര് കൊടുക്കാം അല്ലേ, ABC. ഇവൻ 8 സെൻറ്റിമീറ്റർ ആണ്, ഇവൻ 5 സെൻറ്റിമീറ്റർ ആണ്, ആൻഡ് ഇവൻ 5 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നോക്കിക്കേ, ഏതോ 2 സൈഡ് ഈക്വൽ ആയിട്ട് വന്നു അല്ലെ, ഏതോ ഒരു 2 സൈഡ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ. 5 5, അതായത് AB-യും AC-യും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം AB = AC. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 സൈഡ് ഈക്വൽ ആയിട്ട് വരുന്ന ഈ ഒരു ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആയി? ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണമായി. അപ്പോൾ നമുക്ക് പറയാം 2 sides are equal, 2 വശങ്ങൾ തുല്യം, 2 sides are equal, therefore ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ഒരു സമപാർശ്വ ത്രികോണമായി, ഐസോസെലസ് ട്രയാങ്കിൾ ആയി. ഓക്കെ ആണല്ലോ. യെസ്, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ മിസ് എന്തിനാണ് ഈ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞത്? സോറി, ഒന്ന് സ്ലിപ്പായി പോയതാണ്. അല്ല, എന്തിനാണ് ഈ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്? ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ തുല്യമായിട്ട് വരുന്ന വശങ്ങൾ, അതായത് ഇവിടെ നമുക്ക് ഈ 2 സൈഡ്സ് ആണ് ഈക്വൽ ആയിട്ട് വന്നിരിക്കുന്നത്. തുല്യമായിട്ട് വരുന്ന വശങ്ങൾ കൂട്ടിമുട്ടുന്ന ഈ മൂലയിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ വര ഈ സൈഡിനെയും തുല്യമായി കട്ട് ചെയ്യുന്നു, ഭാഗിക്കുന്നു. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണത്തിനും ബാധകമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒന്നുകൂടി മിസ് പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ട്. ഇവൻ 2 സെൻറ്റിമീറ്റർ, ഇവൻ 2 സെൻറ്റിമീറ്റർ, ഇവൻ 6 സെൻറ്റിമീറ്റർ ആണെന്ന് കരുതാം. ഈ 2 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ മൂലയിൽ നിന്നും പെർപെൻഡിക്കുലർ, ലംബമായിട്ട് വരയ്ക്കുന്ന, അതായത് 90 ഡിഗ്രിയിൽ താഴേക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിലേക്ക് വരക്കുന്ന വര ഇവിടെ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആയി ഈ ടോട്ടൽ 6നെ ഭാഗിക്കുന്നു. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇത് മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് BH. ഓക്കെ, അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. B എന്ന് പറയുന്നത് ബേസ്, പാദം. H എന്ന് പറയുന്നത് ഹൈറ്റ്, ഉയരം. ഓക്കെ ആണോ? സെറ്റ് ആണോ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബിയും എച്ചും എല്ലാം ഒന്ന് എടുത്ത് എഴുതിയേക്കാം. ബി എന്ന് പറയുന്നത് ബേസ്, പാദം. ഈ പാദം എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ്. ഇവിടെ ഹൈറ്റ് തന്നിട്ടുണ്ടോ? ഒരാൾ 5 എന്ന് പറഞ്ഞേക്കരുത്. 5 എന്ന് പറയുന്നത് ഹൈറ്റ് അല്ല. 5 എന്ന് പറയുന്നത് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന അല്ലേ, സൈഡാണ് അല്ലെ, ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ്, ഇങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത്, ഉയരം എന്ന് പറയുന്നത്, നമ്മളുടെ ഹൈറ്റ് ഒക്കെ നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് നിന്നല്ലേ നോക്കുന്നത്, അല്ലാതെ ഇതുപോലെ ചരി നിന്നിട്ടാണ് നമ്മുടെ ഉയരം നോക്കുന്നത്. അല്ല, നമ്മൾ നേരെ സ്ട്രെയിറ്റ് നിന്നിട്ടാണ് നമ്മുടെ ഉയരം അഥവാ ഹൈറ്റ് നോക്കുന്നത്. അതുപോലെ തന്നെ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നേരെതാ ഇവിടെ നിന്നും നേരെ സ്ട്രെയിറ്റ് 90 ഡിഗ്രിയിൽ വരക്കുന്ന വര, ഇവനാണ് നമ്മുടെ എന്ത് ഹൈറ്റ് അഥവാ ഉയരം എന്ന് പറയുന്നത്. ഞാൻ D എന്ന് അവിടെ ഒന്ന് പേര് കൊടുക്കുന്നുണ്ട്. മാറിപ്പോയത്, ഹൈറ്റ് എടുക്കുമ്പോൾ തിരിഞ്ഞു പോവരുത്. ഓക്കെ ആണോ? സെറ്റ് ആണോ? അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന ആളെ നമുക്ക് തന്നിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഓക്കെ, ഇവിടെ നോക്കിക്കേ, മിസ് നേരത്തെ പറഞ്ഞൊരു പ്രോപ്പർട്ടി ഇവിടെ വരുന്നുണ്ട് അല്ലേ. നോക്കാം, 5 സെൻറ്റിമീറ്റർ
5 സെന്റിമീറ്റർ. ഈ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന മൂലയിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ വര അവനെ തുല്യമായി ഭാഗിക്കുന്നു. ടോട്ടൽ 8 ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ 4 ഇവൻ 4 ആയിട്ട് അവനെ ഭാഗിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഹൈറ്റ് നമുക്ക് അറിയില്ല, ഹൈറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നു. ഇവിടെ നോക്കിക്കേ, ഇപ്പൊ നമുക്കിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടിയില്ലേ, ഒരു മട്ട ത്രികോണം കിട്ടിയില്ലേ. ഒന്നല്ലെങ്കിൽ ഇവൻ എടുക്കാം, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലുള്ള ആളെടുക്കാം. ഓക്കെ, ഒരു മട്ട ത്രികോണം കിട്ടി. അതൊന്ന് ഞാൻ എടുത്ത് വരക്കുന്നുണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഡി, ഇത് എ 5 സെന്റിമീറ്റർ, ഇവൻ ബി 4 സെന്റിമീറ്റർ. ഓക്കെ, ഈ എ ഡി എന്ന് പറയുന്നതാണ് ഹൈറ്റ്, ഉയരം. അവനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ എച്ച് എന്ന് കൊടുത്തു. ഈ എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് അല്ലേ, നമ്മുടെ ഉയരം കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ തന്നെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. എന്താണ് മക്കൾ, എന്താണ്? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നോക്കിക്കേ, ഒരു മട്ട ത്രികോണം, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് എ ഡി ബി എന്ന് പറയുന്ന ത്രികോണം, ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ബേസ് അഥവാ പാദം എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. ഓക്കെ ആണോ? ഇനി 90 ഡിഗ്രിക്ക് എതിരെ വരുന്ന വലിയ വശം, അതായത് ഹൈപ്പോട്ടന്യൂസ്, കർണം, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. ആൻഡ് ഇവന്റെ ഉയരം അഥവാ ഓൾട്ടിറ്റ്യൂഡ്, ലംബം, അതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓൾട്ടിറ്റ്യൂഡ് അതല്ലേ നമ്മുടെ ഹൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. എ ഡി എന്ന് പറയുന്ന സൈഡ്, അവനെ കണ്ടുപിടിക്കണം. അപ്പൊ എല്ലാവർക്കും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ അറിയാം അല്ലെ? അപ്പൊ എന്താണ് പൈതഗോറസ് തിയറത്തിൽ പറയുന്നത്? ഓൾട്ടിറ്റ്യൂഡ്, ലംബം കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അല്ലെ, റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കർണം അഥവാ എന്താണ്, ഹൈപ്പോട്ടന്യൂസ്. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ എത്ര സെന്റിമീറ്റർ, നമ്മൾ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, ബേസ് പാദം സ്ക്വയർ എത്രയാണ്? 4 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് 5ന്റെ സ്ക്വയർ 25 മൈനസ് 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. 25 മൈനസ് 16 എത്ര വരും? റൂട്ട് 9 എന്ന് വരും. 9 എന്തിന്റെ സ്ക്വയർ ആണ്? 3 × 3. അപ്പോൾ റൂട്ട് 9 എന്ന് പറയുന്നത് എത്ര വന്നു? 3 സെന്റിമീറ്റർ. എന്താണ് ഈ 3 സെന്റിമീറ്റർ എന്ന് പറയുന്നത്? നമ്മുടെ ഹൈറ്റ് അല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത് 3 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈറ്റ് നമ്മൾക്ക് കിട്ടി, ബേസ് നമ്മൾക്ക് അറിയാം. നേരെ നമ്മുടെ എന്തിലേക്ക് കൊടുക്കാം? ഏരിയയുടെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. ഓക്കെ ആണോ? സെറ്റ് ആണോ? അപ്പോൾ നമുക്ക് ഏരിയ നോക്കാം. Therefore, പരപ്പളവ് is equal to half BH. അതായത് ഹാഫ് ഇൻറ്റു ബി. ബേസ് എന്ന് പറയുന്നത് എടുക്കുമ്പോൾ മാറിപ്പോരുത്. ഈ ട്രയാങ്കിളിന്റെ ബേസ് എടുക്കരുത്, തെറ്റാൻ വളരെ ചാൻസ് കൂടുതലാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ട്രയാങ്കിൾ നമ്മൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ എല്ലാ ആളുകളെയും എന്താ ഇവിടെ എഴുതി വെച്ചത് കേട്ടോ. ഓക്കെ, ബേസ് 8 സെന്റിമീറ്റർ ആണ്. 8 ഇൻറ്റു ഹൈറ്റ് ഇപ്പോൾ കണ്ടുപിടിച്ചു 3. 2ൽ 8 4 തവണ കട്ട് ചെയ്ത് പോകും. ദാറ്റ് ഈസ് 4 × 3 എത്ര വന്നു? 12 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയയാണ് യൂണിറ്റ്, വളരെ 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 നിർബന്ധമാണ്. ഓക്കെ, സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമ്മൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലുള്ളത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, ഏതെങ്കിലും ഒന്നുകൂടി കാണണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ബാക്കിൽ ചെയ്തിട്ട് ഒന്ന് റീവാച്ച് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത് നേരെ എല്ലാ ആംഗിൾസ് എഴുതിയിട്ട് ഇസ് ഈക്വൽ ടു 180 എന്ന് എഴുതിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാ സ്ട്രെയിറ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ആയാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഈസി ആയിട്ട് തോന്നുന്ന മെത്തേഡ് ചൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ തൊട്ടിട്ടില്ല. ഇവിടെ 6 സെന്റിമീറ്റർ വന്നിരിക്കുന്നു. നേരെ ഇങ്ങനെ ഭാഗിക്കുക, ഹൈറ്റ് കണ്ടുപിടിക്കുക, നേരെ ഇക്വേഷൻ ഹാഫ് ബി എച്ചിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ട് അല്ല എത്ര പേർക്ക് കറക്റ്റ് ആൻസർ വന്നു എന്ന് നോക്കട്ടെ. നേരെ തന്നെ എന്ത് ചെയ്യണം? കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് വേഗം കണ്ടിട്ട് വേഗം എന്ത് ചെയ്യുക? ആദ്യം ആരാണ് ശരി ഉത്തരം പറയുന്നത് നമുക്കൊന്ന് നോക്കാം. യെസ്. അപ്പോൾ എന്തൊക്കെയാ പഠിച്ചത്? ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം. എന്താണ്? 2 സൈഡ് തുല്യമായിട്ട് വരുന്നു, അവർക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളും തുല്യമായിട്ട് വരുന്നു. ഓക്കെ, ആൻഡ് സർക്കിളിൽ റേഡിയസ് വരുന്ന അല്ലെ, റേഡിയസും കൂടി ഇതിൽ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് പഠിച്ചു അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടാണ് സെക്കൻഡ് പാർട്ടിൽ വന്നിരിക്കുന്നതെന്ന് അറിയാം മിസ്സിന്. അപ്പോൾ എല്ലാവരും സൂപ്പറായിട്ട് തന്നെ പഠിച്ച് എല്ലാ എക്സാമിനും നല്ല മാർക്ക് കിട്ടട്ടെ. മാത്സിൽ നല്ല ഏതൊരു സബ്ജക്റ്റിനും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ ബൈ, സീ യു, താങ്ക് യു.